നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ പരിശീലകനായ മിഖായൽ സ്റ്റഹറെ പുറത്താക്കിയ സമയത്ത് പുതിയൊരു പരിശീലകനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കാടടച്ചൊരു വേട്ട. ലിറ്ററലി പറഞ്ഞാൽ കോച്ചിന് വേണ്ടി കരോലിസ് കിംഗ്സും അദ്ദേഹത്തിന്റെ ഗ്യാങ് ഒരു ഹണ്ടിങ് തന്നെ നടത്തി എന്ന് എല്ലാവർക്കും അറിയാം. കുറേ ആളുകളെ പരിശോധിച്ച ശേഷം 5 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതായിട്ടൊക്കെ ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മെർഗ്ലോ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ പുള്ളി നൽകിയിട്ടുണ്ട്. ചില സൂചനകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആരുടെയും പേരുകളൊന്നും എടുത്ത് പറയുന്നില്ലായിരുന്നു. നമ്മുടെ ഡേവിഡ് കാറ്റാലയെ കൂടാതെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരിൽ 2 പേര് ISL എക്സ്പീരിയൻസ് ഉള്ള കോച്ചുമാരാണ് എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഊഹമല്ല, ഒന്ന് നമ്മുടെ പുള്ളിയാണ്, സെർജിയോ ലൊബേറയാണ്. പിന്നെ മറ്റൊരാൾ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ, സെർജിയോ ലൊബേറയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ വേറെ വേറെ 2 പേരുണ്ടല്ലോ. അതിനകത്ത് ഒന്ന് ഒരു ജർമ്മൻ കോച്ചാണ്. കോച്ചിന്റെ പേരെന്താണ്, എങ്ങനെയാണ് എന്ന് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പിന്നെ ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്യപ്പെട്ട ഇറ്റാലിയൻ പരിശീലകനായിട്ടുള്ള ജിനോ ലെറ്റീരി തന്നെയാണ്. പക്ഷേ ആ സ്റ്റാറെ പുറത്താക്കുന്ന ആ ഒരു മൊമെന്റിലായിരുന്നു ലെറ്റീരിയ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് സംഭവം പ്രോഗ്രസ് ചെയ്ത സമയത്ത് ലെറ്റീരി ആ ഒരു ഓപ്ഷനേ അല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഡേവിഡ് കാറ്റാല പരിശീലക സ്ഥാനത്തുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൽ അധികമൊന്നും നമ്മുടെ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 1 വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ലൊബേറയുടെ അവിടുത്തെ കോൺട്രാക്ട് എക്സ്പയർഡ് ആയി കഴിയുമ്പോൾ അടുത്ത സീസണിൽ ലൊബേറയെ കൊണ്ടുവരാനുള്ള നീക്കം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്.